2 കുട്ടികളുണ്ട്. എന്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചാൽ അവർ പെട്ടെന്ന് കല്യാണം വേണ്ടെന്ന് പറയും. കിടക്കുമ്പോ പെരുമാറുന്ന രീതി ആയിട്ടുണ്ട്. എന്റെ ഒരു റിലേറ്റീവ് എന്റെ തുണക്കി കയറിട്ടാ പിടിച്ചത്. വാക്ക് വിളിക്കണ്ട, നിങ്ങളെ കുടുംബം എന്ന് പറയും തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങളെ മനസ്സിൽ പോലും വരുന്നുള്ളൂ. ആദ്യം തൊട്ട് ദയവ് ചെയ്ത് ഒന്ന് കുറച്ചൊക്കെ മാറ്റി ചിന്തിക്കൂ. കുറച്ച് ഫെമിനിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ഒരു ചർച്ചയാണ്. കണ്ടില്ലേ, നമ്മുടെ രാഹുലേശ്വറൊക്കെ കൂടെയുണ്ട്. നമ്മുടെ പുരുഷ വിഭാഗത്തിന്റെ നേതാവായ രാഹുലേശ്വർ അടക്കമുള്ള ആളുകൾ കൂടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലിപ്പും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വിഭാഗം ആൾക്കാർ പറയുന്നു വിവാഹം കഴിച്ചാലേ ജീവിതം ഉള്ളൂ, അടുത്ത കുടുംബമുള്ളൂ, അടുത്ത തലമുറയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഉണ്ടാവുന്ന കുട്ടികൾ മുഴുവൻ സഫർ ചെയ്യുകയാണെന്നാണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ചോദ്യം, ഇവിടെ വിവാഹം എന്ന സങ്കല്പം എപ്പോഴാണ് ഉണ്ടായത്? എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ ഡാഡി, നിങ്ങളുടെ അച്ഛൻ ഇപ്പോ വിചാരിച്ചായിരുന്നില്ലെങ്കിൽ ചേച്ചി ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇതുപോലെ ഡയലോഗ് അടിക്കുമായിരുന്നോ? ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു മഴയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൂടത്ത് ചേച്ചിയുടെ അച്ഛനൊരു ചെറിയൊരു തോന്നൽ കൊണ്ടാണ് ചേച്ചി ഇപ്പൊ ഈ തമ്മിൽ എന്ന് പറയുന്ന ഷോയിൽ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത് പോലും. ഇതൊന്നും മനസ്സിലാക്കിയ കൊള്ളാം ചേച്ചി, കൊള്ളാം. അത്ര എനിക്ക് പറയുള്ളൂ. അടുത്ത വീഡിയോ. ഇപ്പൊ കേരളം നമുക്കറിയാം. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ വിവാഹം എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല, ഇവിടെ സംബന്ധം ഉണ്ടായിരുന്നു. പല ജാതികൾക്കനുസരിച്ച് അല്ല, അതിൽ നിന്ന് കാലത്തിനനുസരിച്ചിട്ടുള്ള പുരോഗമനപരമായ ചിന്താഗതികളിലൂടെ പതുക്കെ മാറ്റം വന്നതാണ്. 500 വർഷം മുമ്പ് കല്യാണം ഇല്ലായിരുന്നോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മാറ്റം വന്ന് ഇന്ന് ഈ അവസ്ഥ 1000 വർഷം മുമ്പ് ഇല്ല. ആർക്കില്ല? പറയുന്നത് എന്താ അറിയാമോ? ഒരു ചെറിയ സെക്ഷൻ ഓഫ് സവർണ ഹിന്ദുസിൽ പറ്റിയ തെറ്റുകൾ സാമാന്യവൽക്കരിക്കുക. 1000 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചില്ലേ? 1000 വർഷം മുമ്പ് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? സവർണ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ചില തെറ്റായ പ്രവണതകൾ എല്ലാവരിലേക്കും. സുഹൃത്തുക്കളെ, ഇപ്പോ വീഡിയോ കണ്ടല്ലോ. വീഡിയോ അങ്ങോട്ട് നമ്മുടെ ചർച്ച അങ്ങോട്ട് കൊയ്യുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആർക്കൊപ്പമാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ രാഹുലീശ്വറിനൊപ്പമാണോ അതോ മറ്റേ വിഭാഗത്തിനൊപ്പമാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ കണ്ടുവെക്കാം. എല്ലാ കാലത്തും സ്ത്രീ പുരുഷ അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, ലൈംഗികത ഉണ്ടാവുമല്ലോ, പ്രണയം ഉണ്ടാവുമല്ലോ, സ്നേഹം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഫോം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവുന്നേ പറയുന്നുള്ളൂ. ഇന്ന് ലിവിന് പോലും കോടതികൾ അതുകൊണ്ടാണ് മാരേജിനോട് ചേർത്ത് വെച്ച് പേഴ്സണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. തുടക്കം മുതൽ ഇവിടെ വീണ്ടും ഐഡിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് പെണ്ണ് കുട്ടി എന്നുള്ള ഒരു ക്യൂർ വ്യക്തി എന്നുള്ള എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 99% അങ്ങനല്ലേ? 99% മെജോറിറ്റി അല്ലേ? എത്ര പെർസെന്റേജ് ക്യൂർ ജനവിഭാഗമുണ്ട്? പറയൂ, കണക്ക് പറയൂ. എത്ര പെർസെന്റേജ് ക്യൂർ LGBT? അതുകൊണ്ട് മെജോറിറ്റി നിങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്നു. പക്ഷെ അതിനർത്ഥം ഇവിടെ ഒരു ഹ്യൂജ് മെജോറിറ്റി ഉള്ളപ്പോ അതിനെ കുറിച്ച് ഇത് മാത്രമാണ് നോർമൽ, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പൂർണ്ണമായി നിങ്ങളുടെ പാരഡൈം അംഗീകരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ഫോളോ ചെയ്യുന്ന ഹ്യൂജ് മെജോറിറ്റി ഉണ്ട്. 4 to 5% താഴെയുള്ളതല്ലേ? വാക്ക് വിളിക്കണ്ട, നിങ്ങളെ കുടുംബം എന്ന് പറയും തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങളെ മനസ്സിൽ പോലും വരുന്നുള്ളൂ. ആദ്യം തൊട്ടേ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിക്കുമ്പോൾ ആണ് ഭാര്യ ഭർത്താവ് കുട്ടി, അല്ല ഭർത്താവ് കുട്ടി. ഒരു കാര്യം കൂടി കേൾക്കാം. ആയിട്ടുണ്ട്. എന്റെ ഒരു റിലേറ്റീവ് എന്റെ തുണക്കി കയറിട്ടാ പിടിച്ചത്. എനിക്ക് അന്ന് എന്റെ ഏട്ടനല്ലേ, ഇയാളിങ്ങനെ ചെയ്യില്ലല്ലോ, പേട്ടച്ചറിയാത്ത ആളൊന്നല്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയത്. അതുകൊണ്ട് തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ലെങ്കിൽ നിങ്ങളെ പ്രൈവറ്റ് പാർട്ടിലോട്ടാണോ കൈ നീളുന്നത് എന്നുള്ളതല്ല. ആ ടച്ച് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് സേഫ് ആയിട്ടാണോ അൺസേഫ് ആയിട്ടാണോ ഫീൽ ചെയ്തത്? അത് അൺസേഫ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എഡ്യൂക്കേഷനിൽ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്.
നമ്മുടെ അഡ്വക്കേറ്റ് എന്താണ് പറഞ്ഞു വരുന്നത്? അത് എന്താ അറിയോ? കൂടി കൊടുക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ സാർ ഡ്രൈവിംഗ് സ്കൂളാണ്. ഇതൊരു ഡ്രൈവിംഗ് അല്ലല്ലോ, സ്കൂളിൽ ആ പോയി വിവാഹം കൊടുക്കുന്ന പരിപാടി അല്ല. കഴിക്കാൻ രാഹുലെ, കുറിച്ച് മാത്രമേ സാർ തെറ്റ് പറയുന്നുള്ളൂ. ബീന ആന്റണിക്ക് ഒരു സംശയമുണ്ട്. താങ്കൾ അഡ്വക്കേറ്റ് പറയുന്നത് ഈ പ്രാക്ടിക്കലും കൂടി വേണമെന്നാണോ വിവാഹത്തിന് ലിവിങ് മുന്നേ? ടുഗദർ ആവുമ്പോൾ ആദ്യം പ്രാക്ടിക്കലായിട്ട് അവർ തീർച്ചയായിട്ടും മറ്റെല്ലാ ഇമോഷൻസ് കൈമാറുന്നതിനൊപ്പം തന്നെ സെക്ഷലി ഇന്റർകോഴ്സ് എനിക്കൊരു സംശയം. യൂഷ്വലി ഉണ്ടാവും. അത് വേണമല്ലോ. സപ്പോസ് അതർ പേഴ്സൺ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യും? പിന്നെ ഈ വിവാഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാപ്പാണ്. 1.5 വർഷം കഴിയാതെ വിവാഹമോചനം നടക്കില്ല. നള്ളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെല്ലാവരും സമ്മതിക്കണില്ല. കാരണം ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഒരു വ്യക്തിയും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആരും ഏറല്ല. 1.5 വർഷം ഞാൻ അതാ പറഞ്ഞ പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് 1.5 വർഷത്തോളം കുടുങ്ങിക്കിടക്കുന്നു. അതിനും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നു കപ്പിൾസിനെ എനിക്കറിയാം. അപ്പം അവരുടെ ഒരു അപ്രോച്ച് മാറുന്നതായിട്ട് ദീപയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? രണ്ട് രീതിയിൽ കാണാം സർ. അപ്രോച്ച് മാറി വരുന്നത് ഒരു പ്രോഗ്രസീവ് ആയ ഒരു കാര്യം തന്നെ. അത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പലരും പറയാറുണ്ട് ഡൈവോഴ്സ് റേറ്റ്സ് ഒരുപാട് കൂടി വരുന്നു, അത് ശരിക്കും വിവാഹത്തിന്റെ ഫെയിലിയർ അല്ലേ എന്ന്. ശരിക്കും അതിനെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് മാരേജ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റി നിർത്തിയാൽ ഡൈവോഴ്സ് റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പീനിയൻ തുറന്നു പറയാൻ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഡൈവോഴ്സ് റേറ്റ്സ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം, ആ ഒരു ചിന്താഗതിയിലുള്ള മാറ്റവും മുൻപോട്ട് പോകുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ വിവാഹം എന്ന സ്ഥാപനം ഇല്ലാതാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അങ്ങനെ പാടില്ല. അത് എന്ന് തന്നെയാണ്. അങ്ങനെ നിൽക്കണം. രാഹുലെ, ഇതൊരു വ്യവസ്ഥാപിത ഇടപാടായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ലൈബിലിറ്റി ഏറ്റെടുക്കാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. താല്പര്യം കുറയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം മാരേജ് പഴമക്കാരുടെ കാര്യം പോക്കാണോ. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം ഇല്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല. കുടുംബം ഉണ്ടാവില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല. കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ വെർച്വലി ഒരു നാടുണ്ടാവില്ല. അപ്പം കേരളം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അടുത്തൊരു 125 വർഷത്തിനകം നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശൂന്യമാകും. ഇപ്പം തന്നെ പല വീടുകളും തിരുവിതാംകൂർ ഭാഗത്ത് ശൂന്യമായി കിടക്കുന്നത് കാണാം. അപ്പോ ഈ കല്യാണം എന്ന സ്ഥാപനം അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ നെഹ്റുജി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ബെസ്റ്റ് അവൈലബിൾ സിസ്റ്റം എന്ന രീതിയിൽ ഇതില്ലെങ്കിൽ, അഫോർഡബിൾ സിസ്റ്റം ആൻഡ് അവൈലബിൾ സിസ്റ്റം എല്ലാ കാര്യം കൊണ്ടും ഇല്ലെങ്കിൽ ഈ സമൂഹവും ലോകവും നിലനിൽക്കില്ല. ഇപ്പം യൂറോപ്പിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കൊളാപ്സാ. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഇത്ര അവസരം കിട്ടുന്നത്? അവിടെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം കൂടുതൽ വരാൻ കാരണം എന്താ? കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂർ ഭാഗങ്ങളിലടക്കം ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കൃത്യം കണക്ക് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം കണക്കെടുക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓരോ ദിവസവും 247 മുതൽ 250 ആൾക്കാർ വരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ കണക്കാണ്. ജനിക്കുന്നവരെ കാട്ടി എണ്ണം മരിക്കുന്ന കണക്കുണ്ട്. മലബാർ ഭാഗങ്ങളിൽ മാത്രം അതിന് വ്യത്യാസം. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് കണ്ടില്ലെങ്കിൽ കേരളം ഒഴിഞ്ഞു പോവും, കേരളം കാട് കയറും എന്നൊരു സത്യം ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. അനിൽജോസിന് നേരെയുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളോട് സ്നേഹത്തോടുകൂടി എതിർക്കാണ്. ഒന്ന്, കല്യാണമില്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല. ഈ ഒരു വ്യവസ്ഥ വേണോ? ഒട്ടും ആവശ്യമില്ല. ലിവിംഗ് ടുഗദർ ആയിട്ട് എത്ര കാലമായി? നമ്മളിപ്പോ 4 വർഷമായി. ഞാനൊരു സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ജെൻഡർ ക്രൈസിസിലും ഫാമിലി ക്രൈസിസിലും വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നത് ഒരു മിഡിൽ ലെവൽ എന്ന് വെച്ചുള്ള ആ ഒരു ഇതാണ്. അതിന് താഴെ കുറെ ആൾക്കാര് ഈ വിവാഹം എന്താന്ന് പോലും അറിയാതെ വിവാഹം കഴിച്ചിട്ട് കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആ 2 വ്യക്തികൾ മാത്രമല്ല, അതിന്റെ ചുറ്റിനും നിൽക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫാമിലീസ് ആയാലും ആൺകുട്ടികളായാലും ശരി, ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് കുറച്ച് കാലത്തൊക്കെയാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. റെസ്പെക്ട് ഇല്ലാതെ, പരസ്പരം റെസ്പെക്ട് ഇല്ലാതെ, ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കാലില് കല്ല് കെട്ടിവെച്ച് വേച്ച് ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നത് എന്തിനാണ്? അവനവന്റെ സ്വാതന്ത്ര്യം മുഴുവൻ പോകുന്നുള്ളത് കൊണ്ടാണ്. സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു അടിമത്തം. അത് അങ്ങോട്ടായാലും ഇങ്ങോട്ട് ഏതും ആയിക്കോട്ടെ. ഇനിയിപ്പോ അത് ലിവിംഗ് ടുഗദറിലും ആയിക്കോട്ടെ, ദാമ്പത്യത്തിൽ ഒരു അടിമ ബന്ധം പോലെയാണ്. തീർച്ചയായിട്ടും കാര്യം പോകാം. അല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസുകാർ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കല്യാണം. അല്ല, ഇതാ ജോയി ആലുക്കാസാണോട് ഉണ്ടായിരുന്ന വിവരം അറിഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ലിവിങ് ടുഗദർ അത് തെറ്റൊന്നും അല്ല. ഞാൻ അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മുടെ ജീവിതം, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കും. അല്ല, നിങ്ങളിപ്പോ കല്യാണം കഴിക്കാതെ ബീന ആന്റണിയായിട്ട് ലിവിംഗ് ടുഗദർ ആയിരുന്നെങ്കിൽ ഇവര് പറയുന്ന ഈ പ്ലസ് പോയിന്റ് ഉണ്ടാവൂ? അല്ല, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു താലി കെട്ടി കുറച്ച് ആളുകളെ വിളിച്ചതിന് സാക്ഷ്യം വഹിച്ചു എന്നതൊഴിച്ചാൽ കല്യാണത്തിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ മനസ്സുകൊണ്ടാണ് നമ്മുടെ സ്നേഹം. ഇപ്പൊ എന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി പോലും ഇല്ല.
പണ്ടൊക്കെ ഭർത്താക്കൻ ഊരി? അത് അവൾക്ക് വർക്കിനൊക്കെ നമ്മുടെ പോകുമ്പോൾ ആർട്ടിസ്റ്റുകളുടെ ലൈഫ് അല്ല സർ, ആർട്ടിസ്റ്റുകളുടെ ലൈഫില് താലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ 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 നമ്മുടെ മാറോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പല പല ഇതാണ്. അപ്പൊ അത് നമ്മള് ഭദ്രമായി അല്ല, അത് പണ്ടേ താലി പക്ഷെ അതിപ്പോൾ നടക്കുക എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും അതൊക്കെ ഭയങ്കര താലൂര. അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനൊന്നും ഈ ലേഡീസ് നമ്മള് ഉത്തമയ ഭാര്യമാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് താലി എടുത്ത് ഇങ്ങനെ 2 കണ്ണുകളിൽ കാണിക്കുക, പിന്നെ ഭർത്താവിന്റെ പാദങ്ങളിൽ തൊട്ട് അവര് അല്ല ജീവിതത്തില് പണ്ടത്തെ ഭാര്യമാര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് താലി എടുത്ത് ഇങ്ങനെ കാണിക്കുക, പിന്നെ ഇവിടെ സിന്ദൂരം ആ ലൈസൻസ് അത് എവിടെ കാണുമ്പോഴും അത് വേണമല്ലോ. പണ്ട് ധാരണയുണ്ട് സിന്ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ ഭർത്താവ് തട്ടിപ്പോവും, ഈ താലി ഊരി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പോവും. ഇന്നിപ്പോ അതൊന്നും ഇല്ല, ഇന്ന് ആളുകൾ മാറി. ഇപ്പൊ എന്റെ ഭാര്യ താലി ഇട്ടില്ല എന്ന് പറഞ്ഞോ എടി ഞാൻ മരിച്ചു കൂട്ടോ എന്ന് ഞാൻ പറയില്ല, എന്റെ ആവശ്യമില്ല. ഓക്കെ ബീന, ഈ ഒരു അതായത് ഇങ്ങനെ കുറെ ഒരു 10-15 വർഷമൊക്കെ പോയി കഴിഞ്ഞാലേ ഈ ഒരു രോഗം പടരും. ഇതൊരു ചെറിയൊരു അസുഖം കൂടാണല്ലോ. സോഷ്യൽ ഒരു റിഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഇവര് പറയുന്നത്. റിഫർമേഷൻ ആവൂ എന്ന് നമുക്കറിയില്ല. സാറ് ഞങ്ങളിപ്പോ 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വലിയ അത്ഭുതം അത്. അതെ, അത്ഭുതം. ഞങ്ങള് ഒരു വർഷം 2 വർഷമൊക്കെ പ്രൊഡിക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തീർന്നു. പക്ഷെ എന്തോ ഇതുവരെ ആയി 23 വർഷം വരെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പബ്ലിക്കായിട്ട് കുറെ പ്രാവശ്യം ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും പിരിഞ്ഞു പോയില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ കുറെ ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ഇവരുടെയൊക്കെ വർത്താനവും ഈ സംസാരങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെയൊക്കെ കേൾക്കുമ്പോ അതൊരു സുഖമല്ലേ, വേറെ കെട്ടുപാടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അല്ല എന്ന് വിചാരിക്കും. പക്ഷേ എപ്പോഴും ഒരു വിവാഹം എന്ന് പറയുമ്പോഴും അതിനൊരു സൗന്ദര്യവും അതിനൊരു ഐശ്വര്യവും, അത് കാണുമ്പോ ആ ഹസ്ബൻഡും വൈഫും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കുടുംബം ഇല്ലേ, അതൊരു സുഖം തന്നെയാണ്. ആ വ്യവസ്ഥ അതങ്ങനെ ഇതാരാന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവ്, മറ്റേത് അങ്ങനെ പറയാനും പറ്റില്ല. എന്താ പറയാ പാർട്ട്ണർ അല്ല, അങ്ങനെ ഒരു സുഖം അത് തന്നെയാണ് അതിന്റെ കുഴപ്പവും. കാണുമ്പോ ഉള്ള ഭംഗിയും സൗന്ദര്യം അതിനുണ്ട്. പക്ഷെ കുറെ കഷ്ടപ്പാട്, കഠിനമായിട്ടുള്ള കുറെ സാധനങ്ങൾ അതിന്റെ ഇപ്പുറത്തുണ്ട്. കല്ലിന്റെയും മുള്ളിന്റെയും മോളിൽ കൂടെ നടന്നാലേ വിജയിക്കാൻ പറ്റൂ. ഈ ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴേക്ക് ആലോചിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ 2035 എല്ലാവർക്കും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ കേരളത്തിൽ വന്നു എന്ന് വരും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഉള്ള കുഴപ്പം എന്തായിരിക്കും? അല്ല, ഇവിടെ ഒരു ടോട്ടൽ കയോസ്, സൊസൈറ്റൽ കയോസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ബേസിക് സ്ട്രക്ചർ, ഒരു സൊസൈറ്റിയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നോക്കുമ്പോൾ അതിന്റെ ആ ഫൗണ്ടേഷൻ ഫാമിലി എന്നുള്ളതിലാണ്. ഇപ്പോ അനിലും അഞ്ജനയൊക്കെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു ലീഗാലിറ്റിയിൽ ഫൗണ്ടേഷൻ വിജയകരമായ 4ാം കൊല്ലത്തിൽ കടന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയും, അനിലും അഞ്ജനയും ഇവിടെ ഇരിക്കുന്നത് ഏതൊക്കെയോ അവര് 2 കൂട്ടരും അച്ഛനമ്മമാരുടെ മക്കളായിട്ടാണല്ലോ വളർന്നു വന്നത്. ഇപ്പോൾ അവർക്ക് തോന്നുന്നത് വലുതായി കഴിഞ്ഞപ്പോൾ അതിലൊരു വലിയ കാര്യം ഈ ഒരു ഇൻസെക്യൂരിറ്റി, സൊസൈറ്റിയിലുള്ള ഒരു ടോട്ടൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിമയാവുമോ, ഞാൻ ഉടമയായി മാറാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത്. ഇതിന് അപവാദം അല്ല, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത്തരം കുഴപ്പക്കാരെ മാത്രം കണ്ടിട്ട് അതാണ് എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് അങ്ങനെയല്ലാത്ത കുടുംബം എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മള് അവരുടെ കുടുംബത്തിനുള്ളിലേക്ക് ഒന്ന് കയറി ചെല്ലണം. അങ്ങനെയൊക്കെ ഒരുപാട് അഭിനയിക്കുന്ന ആൾക്കാര്. ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ആവശ്യമാണ്, ഒരു പുരുഷന്റെ ആവശ്യമാണ്. ഒരു കാര്യം ആക്ച്വലി ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഷീ ക്യാൻ വെരിഫൈ. ഞാൻ പറയുന്നത് ഷീ ക്യാൻ വെരിഫൈ. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഹ്യൂമൻ ബീങ് പോട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ ആ കുഞ്ഞ് കരയുമ്പോൾ അത് ആദ്യം നോക്കുന്നത് എൻ്റെ കംഫർട്ട് അല്ലെങ്കിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ സ്ഥിരമായി ഒരാളുണ്ടോ എന്നുള്ളതായിരിക്കും ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറയുന്നത്. കാരണം എന്നും ഒരാൾ എന്നെ നോക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, അവനാണല്ലോ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനുണ്ടോ അല്ലെങ്കിൽ അവനെ നോക്കുന്ന ഒരാളുണ്ട്. ആ അന്ന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കും അന്നയുണ്ടോ എന്നാണ് ആ നോക്കുന്നത്. ഈ അന്ന എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് ഹി ഗ്രോസ്, റെഗുലർലി എനിക്ക് കംഫർട്ട് തരാൻ ഒരാൾ സ്ഥിരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ. ദി അറ്റാച്ച്മെന്റ് തിയറി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്ന് പറയാം. ഇത് ഏതൊരു ഹ്യൂമൻ ബീങ് വിവാഹം തമ്മിൽ ബന്ധപ്പെടുത്തിയതുകൊണ്ടാണ് പ്രശ്നം പറ്റില്ല. ഇവർ രണ്ടുപേരും 4 years ആയിട്ട് ലിവിംഗ് ടുഗദർ ആണ്. സീരിയസ്ലി വി വെരി ഹാപ്പി ഫോർ യു. വാട്ട് എവർ ഇസ് വർക്കിംഗ് ഫോർ യു, ഇറ്റ് ഇസ് ഗ്രേറ്റ്. വൈ ആർ യു നോട്ട് ഗെറ്റിംഗ് മാരിഡ്? നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? Why we have to get married? Why not? For what? What are you fearing about marriage? Why?
Why not? പേടിയല്ല മലയാളം എന്തിനു നമ്മൾ ചെയ്യണം? കുഞ്ഞുണ്ടാകാൻ വേണ്ടി കല്യാണം കുഞ്ഞുണ്ടാകാൻ വേണ്ടി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ? ഇതൊക്കെ പണ്ടത്തെ കാലത്ത് വിവാഹം കഴിച്ചാലേ കുഞ്ഞുണ്ടാകും. ദയവേത് പറഞ്ഞ് പറ്റിക്കല്ലേ? നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞാലേ കുടുംബം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ, എന്നാലേ സമൂഹം ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ അച്ഛനാരാ സ്കൂളിൽ പോകുമ്പോ കോളത്തിൽ ആരെ ഫില്ല് ചെയ്യും? എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അവിടെ അമ്മയുടെ പേര് വെക്കാം, അച്ഛന്റെ പേര് വേണ്ടേ? അച്ഛന്റെ പേര് ആവശ്യമില്ല. കണ്ടോ, അടിസ്ഥാനപരമായി അച്ഛൻ വേണ്ടാന്ന് പറയുന്ന സിസ്റ്റമാണ്. അല്ല രാഹുൽ, ഇപ്പം രാഹുലിനെ ഒരു ദിവസം രാഹുലിന്റെ അമ്മ അടുത്ത് വിളിച്ചിട്ട് മോനെ രാഹുലേ, നിന്നോടൊരു സത്യം ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞേ ഒക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരം. DNA ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ്. സയന്റിഫിക്കലി അച്ഛൻ ആരാന്ന് തെളിയിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഫാർ ലെഫ്റ്റ് അങ്ങനെ തെളിയിച്ചിട്ടല്ല രാഹുൽ, അങ്ങനെ തെളിയിച്ചിട്ടല്ല ആരാണെന്ന് പറഞ്ഞാലും DNA വെച്ച് ഒരാളെ അച്ഛനാണെന്ന് തെളിയിക്കാൻ പറ്റൂലേ? സാറിന്റെ അമ്മ ആരാണെന്ന് പറഞ്ഞാലും ആരാന്ന് പറഞ്ഞാലും ഒരു അച്ഛനല്ലേ ഉള്ളൂ DNA-യിൽ. അതെ അല്ലേ? ഞാനൊരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. അപ്പൊ ഇത് ശാസ്ത്രമല്ല, ഇത് കപടശാസ്ത്രമാണ്. ഫാർ ലെഫ്റ്റ് തീവ്ര ഇടത് തിയറിയാണ്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ, അല്ല ശാസ്ത്രീയപരമായി നമുക്കൊരു അച്ഛൻ. ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, അച്ഛൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ മാത്രം സത്യം, അച്ഛൻ സത്യമല്ലേ? അമ്മ പറയുന്നത് മാത്രമാണ്. ഇനി ഇപ്പൊ അമ്മയുടെ അമ്മ മാത്രം സത്യം കിടക്കുമ്പോ പെരുമാറുന്ന രീതി, അതിനിപ്പോ അച്ഛൻ വേണ്ട അമ്മ മാത്രം മതി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. രണ്ടും വേണം. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കെയർ ഗീവിങ്ങും കാര്യങ്ങളും മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അമ്മ കല്യാണം കഴിച്ച ആളാണ് എന്റെ അച്ഛൻ എന്ന് കുഞ്ഞു ചോദിച്ചിട്ടില്ല. കുഞ്ഞിന് വേണ്ടത് അച്ഛനും അമ്മയാണ്. അതിന് ഒരേ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ കല്യാണം കഴിക്കണോ കുട്ടികൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയുടെയും പേര് പോരെ, നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്ന കാര്യം സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിഫ വേൾഡ് കപ്പ് വരെ കഴിഞ്ഞു, ഒരുപാട് പ്രഡിക്ഷൻ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര പ്രവചനങ്ങൾ ഉണ്ടാവുന്നത്? കാരണം മനുഷ്യൻ എന്നും സർട്ടനിറ്റി, പ്രഡിക്റ്റബിലിറ്റി, നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, സ്റ്റെബിലിറ്റി, ഇതെന്നും ഏതൊരു മനുഷ്യനും ഉണ്ട്. ഈ ജനിക്കുന്ന കുട്ടിക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്നും ഇവർ തന്നെ ഒരുമിച്ച് എന്നോടൊപ്പം ഉണ്ടാവുമോ, എനിക്കിപ്പോൾ കിട്ടുന്ന സന്തോഷം എന്നും ഉണ്ടാവുമോ എന്നറിയാനുള്ളൊരു താല്പര്യം, ആഗ്രഹം, ഇതെല്ലാം ആ കുട്ടിയുടെ സെക്യൂരിറ്റിയും ബാധിക്കുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കുട്ടിയുടെ നാളെ കുറിച്ചുകൂടി ആലോചിക്കണമെങ്കിൽ സ്റ്റെബിലിറ്റി ഒരു വക്കീലിന് പൈസ കൊടുക്കാൻ കേരളത്തിലെ ജയിലുകൾ നോക്കിക്കഴിഞ്ഞാല് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അച്ഛൻ കുട്ടീനെ ഉണ്ടാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ട് ഈ മൊത്തം കാര്യങ്ങളെ കല്യാണത്തിന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അദൃശ്യരക്കപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയ കാലം കുറെ നമ്മൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ലെസ്ബിയൻ ഗേ ആളുകൾക്ക് ഇവിടെ മാരേജ് റൈറ്റ്സ് ഇല്ല. ഓക്കെ, അനിൽ ജോസ് എന്ന് പറയുന്ന അദ്ദേഹം എന്തായാലും കൊള്ളാം കേട്ടോ. അദ്ദേഹം ഈ ഒരു വയസ്സാം കാലത്തും ലിവിങ് ടുഗദറൊക്കെ ആയിട്ട് അങ്ങ് അടിച്ചു പൊളിച്ച് നടക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കുടുംബമൊക്കെ വേണം. ഇവര് ഈ അനിൽ ജോസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടീം തന്നെ പറയുന്ന കാര്യം എന്താണ്? അച്ഛൻ വേണ്ട. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ പോലും എന്തിനാണ് പിതൃത്വത്തിന്റെ പിതാവിന്റെ പേരിൽ, രക്ഷകർത്താവിന്റെ പേരിൽ അച്ഛന്റെ പേര് എഴുതേണ്ട ആവശ്യമൊന്നും, നമ്മുടെ അമ്മയുടെ പേര് എഴുതിയാൽ പോലെ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. എന്തായാലും നമുക്ക് ജന്മം നൽകിയത് ഒരാൾ മാത്രമല്ല കേട്ടോ. അപ്പം ഒരു അച്ഛൻ നമുക്കുണ്ട്. ഓക്കെ, നമുക്ക് ജന്മം നൽകിയത് അമ്മയാണെങ്കിലും അതിന് കാരണമായത് നമ്മുടെ അച്ഛൻ തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനിയിപ്പോ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് കാലം കഴിയും തോറും ഇപ്പൊ തന്നെ ജാതി മതമൊന്നും നോക്കാതൊക്കെ ആളുകൾ ഒരുപാട് പേര് വിവാഹമൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല കാര്യം, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പക്ഷേ എപ്പോഴാണെങ്കിൽ പോലും ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു ആശയത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം നമുക്ക് എപ്പോഴായാലും നമുക്കൊരു കുടുംബം വേണം, ഒരു ഫാമിലി വേണം. ഇതിപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അവർ സെപ്പറേറ്റ് ആയി അവരവരുടെ കാര്യം നോക്കി അങ്ങ് പോവാണ്, വിവാഹം ഒന്നും കഴിക്കാതെ അവർ ജീവിച്ചങ്ങ് പോവാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലേ, അവരെ വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ, അത് നിയമ നടപടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു രീതിയിലൂടെ നമ്മുടെ കേരളം മാറിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നും അങ്ങനെ മാറുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് നശിക്കും സുഹൃത്തുക്കളെ, നമ്മുടെ നാട് നശിക്കും. ഓക്കെ, ഈ കൗമാരപ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളടക്കം ഉള്ള ഒരുപാട് പേരുടെ ലൈഫ് കുളം തോണ്ടും.
ഈ പ്രായം ചെന്ന ഈ പറയുന്ന അനിൽ ജോസ് എന്ന് പറയുന്ന വ്യക്തിക്കൊക്കെ കുറച്ചെങ്കിലും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും അവരങ്ങനെ ജീവിച്ചോട്ടെ, പക്ഷേ മറ്റുള്ളവരെ അത് വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കരുത്. എല്ലാവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അത് ചില വ്യക്തികളിൽ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പൊ നടന്ന ഈ സംവാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് രാഹുൽ ഈശ്വറിനോടാണ് യോജിക്കുന്നത്, അതായത് അനിൽ ജോസ് അടങ്ങുന്ന ആ ഒരു ടീമിനോടാണ് യോജിക്കുന്നത്. പിന്നെ ഒരു ലെസ്ബിയൻ കാറ്റഗറി തന്നെ വന്നിട്ടുണ്ട്, അവർക്ക് വിവാഹം കഴിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട് സുഹൃത്തുക്കളെ, പക്ഷേ സമൂഹം അതിനനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് അവരങ്ങനെ ആയിപ്പോയത് അവരുടെ തെറ്റോ കുറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ അവരുടെ ഹോർമോൺസിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം. ഞാനിവിടെ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ഞാൻ നല്ലപോലെ എതിർക്കുന്നു. നിങ്ങൾ എതിർക്കുന്നുണ്ടോ? നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.